ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാർ ചെയ്യുന്നത് കോഴിമുട്ട പെപ്പർ റോസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 5 കോഴിമുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്, 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചോപ്പ് ചെയ്ത്, 3 പച്ചമുളക് കീറിയത്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത്, കറിവേപ്പില, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടെ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഏറെക്കുറെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്ത ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അടുത്തത് നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ട പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ കോഴിമുട്ട പെപ്പർ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും വീഡിയോയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.